ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷീന ഷോ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ ഈ സെറ്റ് സാരി കൊടുത്ത് പോണത് ഞങ്ങൾ അമ്പലത്തേക്ക് പോവുകയാണ്. അമ്പലം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഗുരുവായൂരിക്കാണ് കേട്ടോ പോണത്. ഞാൻ, അമ്മ, അമ്മായി, കാശിക്കുട്ടൻ, ഏട്ടനും കൂടി ഞങ്ങൾ കാറിലാണ് പോണത്. കാശിക്കുട്ടനാണെങ്കിൽ നിന്ന് കാഴ്ച കണ്ടുകൊണ്ട് പോവാണ് കേട്ടോ. അവന് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. അവൻ ഹായൊക്കെ തരുന്നുണ്ട് കേട്ടോ. ഞങ്ങളൊരു ഉച്ച നേരത്തേക്കാണ് പോണത്. സാധാരണ ഞങ്ങൾ രാവിലേക്കാണ് പോവല് കേട്ടോ. അപ്പോൾ ഇന്നൊരു വെറൈറ്റി പിടിച്ചിട്ടുണ്ടെയാണ്. ഞങ്ങൾ ഉച്ചയ്ക്ക് പോയിട്ട് വൈകുന്നേരം തൊഴാൻ പാകത്തിന് പോവുകയാണ് കേട്ടോ. ഭാരതപ്പുഴയൊക്കെ കണ്ട് പോവാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ ഒരു നേരമായിട്ട്, പക്ഷെ വെയിലും ഉണ്ട്, അതുപോലെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ ഞങ്ങൾ അവിടെ എത്തിയപ്പോക്ക് ഏട്ടൻ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പം തന്നെ കാശിക്കൂട്ടം പൊരിഞ്ഞുകൊണ്ടാണ് കേട്ടോ. അപ്പം ഞങ്ങളിനി അമ്പലത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ ഒരു ആനേനെ കണ്ടു കേട്ടോ. ഞാനും കാശിക്കൂട്ടനും അമ്മ എല്ലാവരും പെട്ടെന്ന് ആനേനെ കണ്ടപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ. കാണാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ ഞങ്ങൾ കിഴക്കേനടയിൽ കൂടെ പോവുകയാണ്. അപ്പം അത്യാവശ്യം ഞായറാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. കുറവൊന്നുമില്ല, നല്ല ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഉള്ളിൽ കയറിയിട്ട് ഞങ്ങൾ കുറച്ച് കഴിയില്ലേ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് എഴുതിയിട്ട് ഞങ്ങളൊരു ലൈറ്റായിട്ട് വടയും അതുപോലെ മസാല ബോണ്ടയാണ് വാങ്ങിയത് കേട്ടോ. കാശിക്കൂട്ടനാണെങ്കിൽ പോരുമ്പോൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവനും കൂടി വേണ്ടിയിട്ടാണ് വാങ്ങിയത് കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി കഴിക്കുകയാണ്. ഞങ്ങൾക്ക് ആദ്യം കടിയാണ് കിട്ടിയത്, പിന്നെ ചായ പിന്നാലെ വരും എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഉള്ളിലേക്ക് പോവുകയാണ്. ഉള്ളിലേക്ക് തൊഴുന്നതിന് മുന്നേ ഇവിടെ ഒരു ഗണപതി അമ്പലം ഉണ്ട് കേട്ടോ. ആ അമ്പലത്തിലേക്ക് അവിടെ തൊഴുതിട്ട് വേണം ഉള്ളിലേക്ക് പോവാന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അവിടെ കയറാമെന്ന് പറഞ്ഞു. ഉള്ളിലാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഫോൺ അലൗഡ് അല്ല കേട്ടോ. പിന്നെ ഇത് അരങ്ങേറ്റം, കുട്ടികളെ അരങ്ങേറ്റമൊക്കെ കണ്ടു കേട്ടോ. കുറച്ച് നേരം അതൊക്കെ കണ്ടിരുന്നു. പിന്നെ ഞങ്ങൾ ഉള്ളിലേക്ക് വെച്ച് അങ്ങോട്ട് പോയപ്പോൾ ഫോണൊന്നും പറ്റില്ല. കുറച്ച് നേരത്തേക്കിട്ട് ഉള്ളിലേക്കൊന്നും ഫോൺ അലൗഡ് അല്ല. അപ്പോൾ ക്ലോക്ക് റൂമിലൊക്കെ ആയിരുന്നു ഫോൺ വെച്ചത്. അപ്പോൾ കാശിക്കൂട്ടിന് കുറേ കഴിഞ്ഞപ്പോഴേക്ക് നല്ല വെള്ളത്തിന് ദാഹിക്കും, അതുപോലെ വിശക്കുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ ആ ക്ലോക്ക് റൂമിൻ്റെ അവിടെ തന്നെ ഇരുന്നു കേട്ടോ. അത്യാവശ്യം ആൾക്കാർ ഉണ്ട് കേട്ടോ. അപ്പം നിറയെ ആൾക്കാരില്ലെങ്കിൽ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. വൈകുന്നേരങ്ങളിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ആണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്നു. കാരണം അത്രയ്ക്കും ക്യൂവും തിരക്കൊക്കെ ആയിരുന്നു ഉള്ളിൽ. കാശിക്കുട്ടനും ഞങ്ങളും ഒക്കെ അങ്ങനെ ആകെ കുഴങ്ങിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. കാശിക്കുട്ടൻ വല്ല കുറുമ്പൊന്നും കാട്ടിയിട്ടില്ല. അതുകൊണ്ട് നല്ല രീതിയിൽ തൊഴാനൊക്കെ പറ്റിയിട്ടോ. പിന്നെ കുറച്ച് ഒന്ന് അടുത്തേക്ക് നിന്നപ്പോൾ കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട്. ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഏട്ടൻ കാശിക്കുട്ടനെ എടുത്ത് ഓടുകയാണ്. അവൻ ഇറങ്ങി ഓടുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പ്രിയങ്ക എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫാൻസിയിൽ കയറി, റീൽസിൽ കണ്ടിട്ടുള്ള ഫാൻസിയിൽ കയറിയിട്ട് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി ഇനി പോവുകയാണ് കേട്ടോ. ഇവിടെ കിഴക്കേനടയിൽ വെളിച്ചമൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു വിട്ട് നിന്ന് കാണുമ്പോൾ. പിന്നെ ഞങ്ങൾ കാറിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.